പുൽപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് കെ.പി.സി.സി ജനറൽ സെക്രട്ടറി കെ.എൽ. പൗലോസ് അടക്കമുള്ളവർ തങ്ങളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്ന് പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ടവർ. പൗലോസിന് പുറമെ ടി.എസ്. ദിലീപ് കുമാർ, പി.ഡി. ജോണി എന്നിവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാകില്ലെന്നും മൂവർ സംഘത്തിന് ജനം കൊടുത്ത കനത്ത പരാജയം മറയ്ക്കാനാണ് കോൺഗ്രസിന്റെ നേതാക്കളെയും സജീവ പ്രവർത്തകരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്നും ഇവർ പറയുന്നു. സജി വിരിപ്പാമറ്റം, കെ.വി. ക്ലീറ്റസ്, സജി പെരുമ്പിൽ, വിജയൻ തോമ്പ്രംകുടി, മധു മാങ്കോട്ടിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 12ാം വാർഡ് അവിടെ കാലങ്ങളായിട്ട് കോൺഗ്രസ് ചെയ്യുന്ന ആ വാർഡ് എങ്ങനെയാണ് തോറ്റത്? അതിന് പ്രസിഡന്റ് മറുപടികളുണ്ട്. പ്രസിഡന്റ് മത്സരിച്ച 17ാം വാർഡിൽ 159 വോട്ട് പ്രസിഡന്റിന് കൂടുതൽ, അവിടുത്തെ വാർഡ് സ്ഥാനാർത്ഥിക്ക് 122 ചില്ലറ വോട്ട്. അതിന് മറുപടി എന്താ പ്രസിഡന്റ് പറയാത്തത്? തലേദിവസം പ്രസിഡന്റ് എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയണം. ഈ ജോണി, മണ്ഡലം പ്രസിഡന്റ് ജോണി എന്തായിരുന്നു? ചേകാടി വർഷങ്ങളായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ചേകാടി പോയതെങ്ങനെ? ഞങ്ങൾ 7 പേര് വിഭാഗീയ പ്രവർത്തനം നടത്തിയിട്ടാണ്. ഞങ്ങളെ വിഭാഗീയ പ്രവർത്തനം നടത്തിയതിന് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ ഇത് ഹാജരാക്കണം. ഇതിനൊരു വിശദീകരണം പോലും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. ഈ തോൽവിന് ഉത്തരവാദിത്തം കൂടി മണ്ഡലം പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ഏറ്റെടുത്ത രാജിവെക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ മുൻകാല ചരിത്രങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ ആളുകൾ വോട്ട് ചെയ്യുന്നതും ജയിപ്പിക്കുന്നതും. അതിന് മറ്റുള്ള കോൺഗ്രസ്സുകാർ തലേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവരുടെ പ്രവർത്തനം നന്നായിരിക്കണം. മണ്ഡലം കമ്മിറ്റിയുടെ എന്ത് പ്രവർത്തനം പുൽപ്പള്ളിയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്? ഒരു പൊതുയോഗം പോലും നടത്താൻ ഇവരെ കൊണ്ട് പറ്റില്ല. കൊണ്ടുവന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ തന്നെ ഒരു സ്വകാര്യ വ്യക്തിയെ വീട്ടിൽ കൊണ്ടുപോയി. ഇതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇതാണ് ഇവർ രാഷ്ട്രീയം ചെയ്യുന്നത്. ഇവർക്ക് പിരിവെടുക്കുക, അതിന്റെ പൈസയ്ക്ക് പുട്ടടിക്കുക, അത് മാത്രമല്ല ഇവർക്കുള്ളൂ. എന്തെങ്കിലും ആസ്തി, കോൺഗ്രസിന്റെ ആസ്തികളുണ്ടെങ്കിൽ സ്വന്തമാക്കുക. ഇതൊക്കെ ഇവരുടെ ലക്ഷ്യം. അല്ലാതെ ഈ പാർട്ടിയെ നന്നാക്കാൻ, ഈ പാർട്ടിയെ വളർത്താനല്ല ഇവർ ശ്രമിക്കുന്നത്.